ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ്. അങ്ങനെ 8 വർഷങ്ങൾക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നിരിക്കുകയാണ്. മലയാള സിനിമയിലെ ജനപ്രിയ താരനുമായിട്ടുള്ള ദിലീപ് പ്രതിയായിട്ടുള്ളൊരു കേസായിരുന്നു. ആ കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ളൊരു വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ കേസിനെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2017 ഫെബ്രുവരി 17 നടന്നൊരു സംഭവമാണ്. മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ എറണാകുളത്ത് വെച്ച് കാറിൽ ക്രൂരമായി ആക്രമണത്തിന് ഇരയാക്കപ്പെടുകയും ആ കേസിൽ പിന്നീട് ദിലീപ് പ്രതിയാവുകയും ദിലീപ് 8ാം പ്രതിയായിട്ടുള്ളൊരു കേസ് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ദിലീപ് 84 ദിവസങ്ങളോളം ജയിലിൽ കിടക്കുകയൊക്കെ ഉണ്ടായി. അപ്പൊ ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത് നീതി കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കേസിലെ 6 പ്രതികളെ അവർ പ്രതികളാണെന്ന് തന്നെ കോടതി വിധിച്ചു. എന്നിട്ടും എന്തുകൊണ്ടാണ് നീതി ലഭിച്ചില്ല എന്ന് പറയുന്നതിനകത്തുള്ളൊരു അർത്ഥമാണ് നമുക്ക് മനസ്സിലാകാത്തത്. ദിലീപ് പ്രതിയായെങ്കിൽ മാത്രമേ നീതി ലഭിക്കൂ എന്ന് പറയുന്നതിനകത്ത് ദിലീപ് നിരപരാധിയാണെന്നുള്ളത് കൊണ്ടാണല്ലോ കോടതി വെറുതെ വിട്ടത്. അപ്പൊ ദിലീപിനെതിരെ ഹാജരാക്കാൻ വേണ്ടി തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരു ചെറിയ ഭാഗം ഒരു തെളിവെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കോടതി അത് മുഖവിലേക്ക് എടുക്കുകയും ദിലീപിനെ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തേനെ. പക്ഷെ ഇത് അത്തരത്തിലുള്ള യാതൊരു തെളിവുകളും ദിലീപിനെതിരെ സമർപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്. ഇപ്പൊ പണം കൊണ്ട് നീതിപീഠത്തിനെ വിലയ്ക്ക് വാങ്ങിയൊക്കെ പറയുന്നത് ഒരു ആരോപണങ്ങൾ മാത്രമാണ്. കാരണം ഇത് നമുക്കെല്ലാവർക്കും അറിയാം, ദിലീപിന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ശത്രുക്കളുണ്ട്. അപ്പം ഇങ്ങനൊരു ഈ ആക്രമണത്തിനിരയാക്കപ്പെട്ട നടി, നമ്മളെപ്പോഴും അങ്ങനെ ഒരു ആക്രമണത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം തന്നെയാണ് എല്ലാവരും. ഇപ്പോഴും നമ്മൾ ദിലീപിനെ ഒരു കുറ്റമുക്തനാക്കിയതിനെ പറ്റി മാത്രമാണ് പറയുന്നത്, അല്ലാണ്ട് നടിക്കെതിരെ ഉണ്ടായ അക്രമത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എപ്പോഴും നമ്മൾ നടിക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഈ പറയുന്നത് ഉണ്ടായ കാര്യങ്ങളെ പറ്റിയാണ്. അപ്പം ദിലീപിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകാൻ കാരണം ഈ ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവര് തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ പലർക്കും അറിയാമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ആ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയത്തിന്റെ ഒരു ചൂണ്ടുവിരൽ പോകുന്നത് ദിലീപിലേക്കാണ്. പക്ഷെ ദിലീപ് ആദ്യമേ തൊട്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ ഇതിനകത്ത് നിരപരാധിയാണ്, ഒരു ക്രിമിനൽ ഗൂഢാലോചന തനിക്കെതിരെയും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് ദിലീപ് പറഞ്ഞു. മഞ്ജു വാര്യരാണ് ആദ്യമേ ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഈ കേസ് കേരള പോലീസ് അന്വേഷിക്കുകയും ഇതിനകത്ത് ജയിലിലായ പ്രതികളിൽ നിന്നും ഈ പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികളിൽ നിന്നും ഇവർ ദിലീപിന് ഒരു കത്തയച്ചു എന്നുള്ളതിന്റെ പേരിൽ ദിലീപിനെ പ്രതിയാക്കുകയും ഈ ഗൂഢാലോചന പേരിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി 85 ദിവസത്തോളം ദിലീപിനെ ജയിലിലിടുകയും ചെയ്തു. അങ്ങനെ ജയിലിലിട്ടതിന് ശേഷം അപ്പോഴും ദിലീപ് പറഞ്ഞത് ഈ കേസ് CBI അന്വേഷിക്കണം, കാരണം താൻ നിരപരാധിയാണ്, തനിക്കെതിരെ ഗൂഢാലോചനയുണ്ടെന്നാണ് പറയുന്നത്. ആ കേസിൽ ദിലീപ് പ്രതിയായിരുന്നെങ്കിൽ ഒരിക്കലും ദിലീപിന് CBI കൊണ്ട് അന്വേഷിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. കാരണം CBIക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ അവർ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കും. അപ്പൊ അദ്ദേഹം നിരപരാധി ആയതുകൊണ്ടാകാം അദ്ദേഹം അത്രയ്ക്ക് കോൺഫിഡൻസോടുകൂടി പറഞ്ഞത്. ശരിക്കും ഇതിനകത്തൊരു ചോദ്യചിഹ്നം നിൽക്കുന്നത്, ആരാണ് ദിലീപ് കുറ്റമുക്തനായതുകൊണ്ട് ആരാണ് ഇതിന് കൊട്ടേഷൻ കൊടുത്തത്, അല്ലെങ്കിൽ എന്തിൽ നിന്ന് പ്രചോദനമായിട്ടാണ് പൾസർ സുനി ഉൾപ്പെടെയുള്ള ഈ പ്രതികൾ ഇങ്ങനൊരു ക്രൂരകൃത്യം ചെയ്തത്. അപ്പം ഈ നടിയെ ആക്രമിച്ചതിന് 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ അന്ന് വാഹനം ഓടിച്ചിരുന്ന ഒരു പ്രതിയായിരുന്നു മാർട്ടിൻ. ഈ മാർട്ടിൻ എന്ന് പറയുന്ന പ്രതിയുടെ ഒരു പ്രതികരണം ഞാനിപ്പോ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരുക്കി കെണിയത് പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക് ബോംബെയിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇത് അന്ന് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു പ്രതി, ഈ കേസിലെ പ്രതി നടത്തിയ ഒരു ആരോപണമാണ്. ഇതുപോലെ തന്നെ പല പ്രതികളും പല രീതിയിലുള്ള മൊഴികളൊക്കെയാണ് അന്ന് കൊടുത്തിരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം സത്യം എന്താണെന്നുള്ള ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. ദിലീപ് കുറ്റമുക്തനാക്കി. ഇപ്പൊ ഇതിനാരാണ് ശരിക്കും കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത്? ഇത് ദിലീപിനെതിരെ എല്ലാവർക്കും കിട്ടിയ ഒരു ആയുധമായിരുന്നു. കാരണം ദിലീപിനെ എങ്ങനെയെങ്കിലും ഈ കേസിൽ പ്രതിയാക്കണമെന്ന് തന്നെ ഉറപ്പിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇതിൽ WCC എന്ന് പറയുന്ന ഒരു ഫേം പിന്നീട് ഉണ്ടാക്കുകയും അത് അമ്മയിൽ നിന്നും രാജിവെച്ച് കുറച്ച് നടിമാര് വുമൻസിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ തുടങ്ങുകയും അങ്ങനെ ഇവരുൾപ്പെടെയുള്ളവരെല്ലാവരും ദിലീപിനെതിരെ തന്നെ തിരിഞ്ഞു. അന്ന് അമ്മ ദിലീപിനെ സപ്പോർട്ട് ചെയ്തു, അമ്മ എന്ന സംഘടന ദിലീപിനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇവര് അതിൽ പ്രതിഷേധിച്ചാണ് അമ്മയിൽ നിന്നും മാറി സ്വന്തമായിട്ട് WCC എന്നുള്ളൊരു സംഘടന തുടങ്ങുകയും പിന്നീട് ഇവരെല്ലാവരും ചേർന്ന് ദിലീപിനെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മാധ്യമങ്ങളാണ്. ഇപ്പം ദിലീപിന്റെ ഈ വിധി വരുന്ന ദിവസങ്ങൾ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു സ്വകാര്യതകളിലേക്ക് പോലും കയറിപ്പോകുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ദിലീപിനെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടിയിരുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്.
ഇപ്പോഴും മാധ്യമങ്ങൾ പറയുന്നത് ദിലീപിന് നീതി കിട്ടിയില്ല എന്ന് പറയുന്നത്. അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ സാധിക്കുന്നു? കാരണം കോടതിയാണ് ഏറ്റവും വലുത്. കോടതി പറയുകയാണ് തെളിവുകളില്ല, ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ മാധ്യമങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതെന്തുകൊണ്ട്? ഈ കോടതി വിധിയിൽ ഇതൊക്കെ നീതി കിട്ടിയില്ല എന്ന് പറയുന്നു. 6 പ്രതികളാണെന്നുള്ള കാര്യം കോടതി കണ്ടെത്തി. പിന്നീട് ഈ ദിലീപ് പ്രതിയായെങ്കിൽ മാത്രമേ നീതി കിട്ടൂ എന്ന് പറയുന്നതിനകത്തുള്ളൊരു അർത്ഥമാണ് നമുക്ക് മനസ്സിലാകാത്തത്. എന്തൊക്കെയായാലും ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ നടന്നത്. ഒരിക്കലും ഇനി അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ. നടിക്ക് പൂർണ്ണ പിന്തുണ തന്നെയാണ് കേരള സമൂഹം മൊത്തം കൊടുക്കുന്നത്. പക്ഷേ നടിക്ക് കൊടുക്കുന്ന പിന്തുണയുടെ അർത്ഥം അതിൽ ദിലീപ് പ്രതിയാകണമെന്നുള്ളതല്ല. ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ കോടതി വെറുതെ വിട്ടത്. ഇനി കൂടുതൽ തെളിവുകൾ ഈ പറഞ്ഞ ആൾക്കാരുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവര് മാധ്യമങ്ങളുടെ കയ്യിൽ ദിലീപാണ് പ്രതി എന്നുള്ളതിന് തെളിവുകളുണ്ടെങ്കിൽ അവർ ഹൈക്കോടതിയിൽ കേസ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് പോകും. അപ്പോഴൊക്കെ അവർക്ക് ആ തെളിവുകൾ കൊടുക്കാം. അപ്പൊ എന്നിരുന്നാലും ഒരു ക്ലീൻ ചീറ്റ് ഇപ്പം നിലവിൽ ദിലീപിന് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നടിയെ ആക്രമിച്ച കേസിൽ ഇനി ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കാര്യം, പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ ആരുടെ കൊട്ടേഷൻ എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? അതല്ല ഒരു ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ തന്നെ സ്വയം ചെയ്ത ഒരു കാര്യമാണോ? എന്നിരുന്നാലും ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി, അല്ലെങ്കിൽ ദിലീപിലോട്ട് ഇതെങ്ങനെ പോയി എന്നുള്ളതൊക്കെ അന്വേഷിക്കുന്നത് കേരള പോലീസാണ്. കേരള പോലീസിന്റെ ഒരു വീഴ്ച ഈ ഒരു കേസിൽ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ കേസ് എന്തായാലും ഇവിടെ തീരുന്നില്ല. അപ്പം കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, കുറ്റം ചെയ്യാത്തവർ ഒരിക്കലും ശിക്ഷ അനുഭവിക്കാതിരിക്കട്ടെ. എന്തായാലും ഈ ഒരു കേസിലെ വരുന്ന അപ്ഡേറ്റുകളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.